ഇനി ചാലിയാറിലേക്ക് നമ്മൾ പോകുന്നു. ചാലിയാർ പുഴയിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങുകയാണ്. അവിടെ ഡ്രോൺ പരിശോധനയാണ് ഇപ്പോൾ ചാലിയാർ നടക്കുന്നത്. സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അവിടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ സംഘത്തെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. നമുക്ക് ഡ്രോൺ പരിശോധനയിലേക്ക്. സമീർ സി മുഹമ്മദ്, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? SKN മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന വ്യാപകമാക്കിയിരിക്കുകയാണ്. ചാലിയാറിന്റെ ഇരുകരകളും കേന്ദ്രീകരിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൂളിമാട് പാലത്തിന് സമീപമാണ്. പാലത്തിന്റെ താഴ്ഭാഗത്തായിക്കൊണ്ട് ഇപ്പോൾ ഡ്രോൺ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ തോണികളും അതുപോലെ ബോട്ട്, അതുപോലെ ഫയർഫോഴ്സിന്റെ ഡിങ്കി എന്നിവ ഉൾപ്പെടെയുള്ള പരിശോധന നടക്കുന്നുണ്ട്. കൂടാതെയാണ് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി ആരംഭിച്ചിരിക്കുന്നത്. എൻ്റെ മുക്കം എന്നുള്ള സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. പോലീസിനും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും ഒക്കെ ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് കൂടി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന കൂടുതൽ കാര്യക്ഷമമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പ്രധാനമായും ഈ വിവിധ ഇടങ്ങളിൽ, അതായത് ചാലിയാറിൻ്റെ പന്തീരങ്കാവ്, മാവൂർ, മുക്കം, വാഴക്കാട്, എടവണ്ണ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി നടക്കുന്നത്. വിവിധ ഇടങ്ങളിൽ, അതായത് പെട്ടെന്ന് ചെന്നെത്താൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ഭാഗങ്ങളിലേക്ക് കൂടി ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഡ്രോൺ കൂടി എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മണന്തലക്കടവ് ഭാഗത്തു നിന്ന് 10 വയസ്സുകാരുടെ മൃതദേഹം ലഭിച്ചിരുന്നു. കൂടാതെ ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് അറപ്പുഴ കടവിൽ നിന്ന് ഒരു പുരുഷന്റെ കാൽ ഭാഗം മാത്രം ലഭ്യമായത്. ഈ കാലിൻ്റെ മറ്റു ഭാഗങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നുൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ ഈ പല ഭാഗങ്ങളിലും കുറ്റിച്ചെടികളുണ്ട്, അതുപോലെ തന്നെ മരങ്ങളുണ്ട്, മുളങ്കാടുകൾ വലിയ രീതിയിലുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ശരീരഭാഗങ്ങളൊക്കെ തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള പരിശോധന നടത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എൻ്റെ മുക്കം എന്നുള്ള സന്നദ്ധ സംഘടന വിവിധ ഇടങ്ങളിൽ പുത്തുമല ദുരന്തത്തിൽ ഉൾപ്പെടെ അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു, സേവനമുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ചാലിയാറിൻ്റെ തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പരിശോധനയും രക്ഷാപ്രവർത്തനവും നടക്കുന്നുണ്ട്. കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഡ്രോൺ ഉപയോഗിച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഭാഗത്ത് ആരുടെയെങ്കിലും ശരീരഭാഗങ്ങളോ മറ്റോ ഒക്കെ തങ്ങി നിന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ കഴിയും. ഏതായാലും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. പോലീസുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, TDRF സന്നദ്ധ താലൂക്ക് തലത്തിലുള്ള സന്നദ്ധ സേവാ വളണ്ടിയർമാരാണ്, അവരുടെ സാന്നിധ്യമുണ്ട്. ഒപ്പം എൻ്റെ മുക്കം, അതുപോലെ കർമ്മ തുടങ്ങിയിട്ടുള്ള വിവിധ തലങ്ങളിലുള്ള സന്നദ്ധ സേവന സംഘടനകളും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. SKN.